ഫെയ്ത്തുവിന്റെ വീട് അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും കുസൃതികൾ ഉണരും കളിച്ചിരിയാ വളർന്നീടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി വീട് ഫെയ്ത്തുവിന്റെ വീട് വീട് ഫെയ്ത്തുവിന്റെ വീട്. ഫെയ്ത്തു നമുക്ക് സൈക്കിൾ റേസ് വെക്കാം. ഫെയ്ത്തു നമുക്ക് ഒരുമിച്ചെന്താ? അയ്യോ കഷ്ടായിപ്പോയി. അയ്യോ ഒറ്റ വീക്ക്. ഫെയ്ത്തൂട്ടാ നന്ദുച്ചേട്ടായി ഈ ഡോറ് പൊട്ടിച്ച് നോക്കിയേ. നന്ദുച്ചേട്ടയില്ലേ, നന്ദുച്ചേട്ട ഈ സൈക്കിൾ ഇടിച്ച് ഡോറ് പൊട്ടിച്ചു. എന്നാ കളിയാ കളിക്കുന്നു നിങ്ങള്? എല്ലാ സാധനവും നശിപ്പിക്കാൻ വേണ്ടിട്ട്. നന്ദുച്ചേട്ടായി എന്തിയേ? നന്ദുച്ചേട്ട റൂമിലുണ്ട്. അവനെ ഇങ്ങ് വിളിക്ക്. എന്റെ പൊന്നെ നന്ദുച്ചേട്ടായി അപ്പ വിളിക്കുന്നു. നന്ദുച്ചേട്ടായി ചേട്ട എവിടെയാ? അവിടെ ഒരു നന്ദുച്ചേട്ടായി ടോയ്ലറ്റിൽ കയറിയിരിക്കുക. നന്ദു നന്ദു ഇങ്ങോട്ട് ഇറങ്ങടാ. അപ്പ സോറി അപ്പ, അറിയാതെ. നീ എന്തിനാ അത് പൊട്ടിച്ച്? എന്നാ കളിയാ കളിക്കുന്നത്? അറിയാതെ പറ്റിയതാ. എന്താടാ നീ കാണിച്ചു വെച്ചേക്കുന്നേ? എന്ത് കളിയാ നീ കളിക്കുന്നേ? അപ്പ എന്നെ വഴക്ക് പറയില്ലേ? ഞാൻ പറയാ എന്നാ പറ്റിയെന്ന്. ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ എന്നോട്. ഇവിടെ ഇരിക്ക. എന്നാ സംഭവിച്ചേ? അപ്പൊ ഞാനും ഫെയ്ത്തും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് രണ്ടാളും ഇതിലെ കൂടി ഈ സാധനം വലിച്ചും ഉന്തിയും കളിക്കുമായിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ ഉന്തിയപ്പോ അതവിടെ പോയി ഇടിച്ചു. അപ്പൊ നന്ദുട്ടാ, നമുക്ക് ഇതേപോലുള്ള സാധനം റിപ്പയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആശാരിയെ കാണണം. അത് നോക്കി അതേ കളർ ടോണുള്ളത് കിട്ടണം. അതൊക്കെ വലിയ പണിയല്ലേ? ഇച്ചിരൂടെ ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ? ഇനി കളിക്കുമ്പോ ഒക്കെ കൊച്ചു ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടതുപോലെ രണ്ടുപേരും കൂടെ കളിച്ച് ഒരു ചെറിയ അപകടം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മൂത്ത കുട്ടി ഓടിപ്പോയി ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. കുഞ്ഞു മോളാകട്ടെ, അവൾ അപ്പ വരുമ്പോ നിന്നെ ശിക്ഷിക്കും എന്നുള്ള ഒരു മനോഭാവം മനസ്സിലേറ്റെടുത്ത് സന്തോഷിക്കുകയാണ്. നമുക്കറിയാം, മക്കളുടെ വളർച്ചയിൽ ഇത് രണ്ടും ശരിയായ ഒരു മനോഭാവമല്ല. അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കേണ്ട മനോഭാവം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത്, കയ്യിൽ നിന്ന് ഒരു കുഴപ്പം ഉണ്ടായാലും അത് മാതാപിതാക്കളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അത് എന്നോട് ക്ഷമിക്കും എന്നുള്ള മനസ്സിന്റെ വലിയൊരു തുറവി, അതാണ് മക്കളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. തിരുവചനത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ മക്കൾ വളരട്ടെ. മാതാപിതാക്കളോടുള്ള ഹൃദയത്തിന്റെ സ്വാതന്ത്ര്യം, ആ ഒരു സ്വാതന്ത്ര്യമാണ് ലോകത്തോടും സഭയോടും അവരുടെ ആത്മാവിൽ ജനിക്കേണ്ടതും വളരേണ്ടതും. വളരെ കരുതലോടെ, സ്നേഹത്തോടെ, ക്ഷമ നൽകിക്കൊണ്ട്, സ്വാതന്ത്ര്യത്തോടെ മക്കളെ വളർത്തുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും
അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. വീട് ഫെയ്ത്തുവിന്റെ വീട്, അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോൾ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികൾ ഉണരും കളിച്ചിരിയായി വളർന്നീളുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്.